എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രോഹിത്തിനെ വിളിച്ചിരുത്തി കോളേജിൽ പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അലീന. അന്നേരം രോഹിത്തിന് ആകെ വിഷമമാണ്. ചേച്ചി അങ്ങനെ കോളേജിൽ പോയാൽ ശരിയാകിയല്ല, എനിക്ക് പേടിയാ എന്നൊക്കെ പറയുമ്പം അതെങ്ങനെയാണ് മോനെ, ഇപ്പം തന്നെ ഒരുപാട് സമയം വൈകി എന്ന് പറയുമ്പം ഈ സെം അങ്ങനെ പോട്ടെ, നമുക്ക് അടുത്ത സെമ്മ് തൊട്ട് പോകാമെന്ന് പറയുമ്പം അലീനെ സമ്മതിക്കത്തില്ല. അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുവാണ്, നീ ഇങ്ങനെ മടി പിടിച്ചിരിക്കരുത്, നമുക്ക് പോകണമെന്ന് പറയുമ്പം രോഹിത് പറയുന്നുണ്ട് മടിയൊന്നും അല്ല ചേച്ചി, എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായെന്ന്. അന്നേരം അലീന ചോദിക്കും നീ എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടുന്നത്, നമ്മൾ എവിടെയൊക്കെ പോയി, അമ്പലത്തിൽ പോയി, ടൗണിൽ പോയി, നടക്കാൻ പോയി, അന്നേരം എല്ലാം നീ ആൾക്കാരെ കണ്ടതല്ലേ, അവർ നിന്നോടൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പം രോഹിത് പറയുന്നുണ്ട് അവരെ പോലെയല്ല, ഞാൻ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ സാറുമാരെ ഫേസ് ചെയ്യണം, എൻ്റെ ജൂനിയേഴ്സിനെ ഫേസ് ചെയ്യണം, അതുപോലെ എന്നോടൊപ്പം പഠിക്കുന്ന കുട്ടികളെയും സീനിയേഴ്സിനെയും ഒക്കെ എന്നും കാണേണ്ടതാണ്, അവരുടെയൊക്കെ മുന്നിൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് എടാ അതൊക്കെ ഒറ്റ ദിവസത്തെ പ്രശ്നമുള്ളൂ, അത് പെട്ടെന്ന് അങ്ങ് തീരും. ആദ്യത്തെ കടമ്പ നമുക്ക് ബിഷപ്പ് ഹൗസിൽ പോയി മാനേജറെ കാണുക എന്നുള്ളതാണ്. നേരിട്ട് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ സമ്മതിക്കും, കോളേജിൽ ചേരാൻ സമ്മതിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നില്ല അവരവിടെ നിന്ന് എന്നെ ഡിസ്മിസ് ചെയ്തതല്ലേ, ഇനി എടുക്കുമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട് എല്ലാം ശരിയാകും, നമുക്ക് പോയി കാണണം, കണ്ടു കഴിഞ്ഞ് ശരിയായി കഴിഞ്ഞാൽ നിനക്ക് പേടിയാണ്, ഇതുവരെ ധൈര്യം അങ്ങ് കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ കൂടെ വരാമെന്ന് പറയും. അന്നേരം രോഹിത് ചേച്ചി കൂടെ വരുവാണെങ്കിൽ എനിക്ക് ധൈര്യം വരുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. അന്നേരം അലീന അയ്യടാ നീ നേഴ്സറി പഠിക്കുന്ന കൊച്ചു വല്ലതുമാണ് എന്നും കൊണ്ട് കോളേജിൽ വിടാനും കൂട്ടിക്കൊണ്ട് വരാനും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാനേജരച്ചനെ പോയി കണ്ട് നിന്നോട് അവിടെ ജോയിൻ ചെയ്തോളാനുള്ള സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ നീ തന്നെ പോകും, ഒരു പ്രശ്നമില്ല, അതിനെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വിഷമത്തോടെ നിൽക്കുവാണ് രോഹിത്തെ. അന്നേരം നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, സമ്മതിക്കടാ മോനെ എന്ന് പറയുമ്പം അലീനയല്ലേ പറയുന്നത്, വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് സമ്മതിക്കും. അന്നേരം ഗുഡ് ഗേൾ എന്ന് പറഞ്ഞാൽ തലമുടിയിലൊക്കെ ഒരു തലോടലൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു ഇത്തിരി സന്തോഷത്തോടെ നിൽക്കുന്ന രോഹിത്തിനെയാണ് കാണിക്കുന്നത്. പിന്നീട് അലീന ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. ബാലേന്ദ്രൻ രാവിലെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ചെല്ലുന്നത്. വാതിൽ മുട്ടുമ്പോഴേ കയറി പോരെ അലീന മാഡം എന്ന് പറയും. അങ്ങനെ കയറി വന്നിട്ട് അലീന ചോദിക്കും അതെങ്ങനെയാണ് ഞാനാണ് എന്ന് അച്ഛന് മനസ്സിലായത് എന്ന് ചോദിക്കുമ്പം ഓരോരുത്തരുടെയും വാതിലിൽ മുട്ടുന്നതിന് ഓരോ താളമുണ്ട്, ആ രീതിയിൽ കണ്ടുപിടിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അലീന അച്ഛൻ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ, എനിക്ക് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പം പലതരം സംസാരിച്ചോളാൻ പറയും. അന്നേരം സീരിയസ് ആട്ടോ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ. അന്നേരം അലീന പറയുവാണ് ഇന്നലെ രാത്രി മാഡം എന്നെ കാണാൻ വന്നു എന്ന്. ആ ഒരൊറ്റ വാക്കുകൊണ്ട് ബാലേന്ദ്രൻ സീരിയസ് ആയി. എന്നിട്ട് പയ്യങ്ങ് എഴുന്നേക്കും. അന്നേരം അലീന പറയുന്നുണ്ട് എന്നെ കാണാൻ വന്നു, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറയുന്നതേ ബാലേന്ദ്രൻ അങ്ങോട്ട് പറയും. എന്നിട്ട് പറഞ്ഞു ശല്യം ചെയ്യാതെ ഇവിടെ നിന്ന് പോയി തരണമെന്ന്, അതല്ലേ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. എന്നിട്ട് നീ എന്താ മറുപടി കൊടുത്തത് എന്ന് ചോദിക്കുമ്പം എന്നെ ഭീഷണിപ്പെടുത്തുമൊന്നും അല്ലായിരുന്നു, റിക്വസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് സമ്മതിച്ചു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ഇത്തിരി വിഷമത്തോടെ ചോദിക്കുവാണ് നീ പോകാനോ, നീ എന്നോട് ചോദിക്കാതെ അങ്ങനെ ഒരു ഉത്തരം കൊടുത്തോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു, ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും, ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല, നീ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് കരുതിയാണ് എങ്കിൽ, ഞാനും വൈജിയും തമ്മിൽ ജോയിൻ്റ് ആവും എന്ന് കരുതിയാണ് എങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല, നീ ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം ഞാൻ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയുമെന്ന് പറയുവാണ്. അന്നേരവും അലീന പറയുന്നുണ്ട് അച്ഛാ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ വന്ന ആളുമല്ല, ഒരു ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണ്, ആ ജോലി തീർന്നു, ഇനി എനിക്ക് തിരിച്ചു പോകണം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു തീരുമാനം നീ തനിച്ചെടുക്കുവാണോ എന്ന്. അന്നേരം അലീന പറയും വേറെ നിവൃത്തിയല്ല അച്ഛാ, അങ്ങനെയാണ് വേണ്ടത്, നിങ്ങൾ സന്തോഷത്തോടെ ഇവിടെ കഴിയുവാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പം ഒരു കാര്യം നീ ഓർക്കണം, ഞാൻ ഒരു ആത്മാഭിമാനമുള്ള മനുഷ്യനാണ്, അങ്ങനെ ആത്മാഭിമാനമൊന്നും ഇല്ലാതെ വാലും ചുരുട്ടി പഴങ്ങഞ്ഞിയും കുടിച്ച് കിടക്കുന്ന ഒരു പട്ടിയെ പോലെ ഞാനിവിടെ കിടക്കണോ എന്ന് ചോദിക്കുമ്പം വേറെ നിവൃത്തിയില്ലാതെ അലീന പറയുവാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും മാഡത്തോട് തുറന്നു പറയണം എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും അധികം പറയും നീ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു കാര്യങ്ങളും തുറന്നു പറയാതെ ബാലേന്ദ്രൻ്റെ കുടുംബം എന്ന പ്രസ്ഥാനം ഇതുപോലെ മുന്നോട്ട് പോകുന്നത്, നീ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എന്ന് പറയുമ്പം അതിനിങ്ങനെ വിഷമത്തോടെ പറയുവാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ അച്ഛൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറ, അങ്ങനെയെങ്കിലും ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാവുമല്ലോ എന്ന് പറയുവാണ്. അന്നേരം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇത്തിരി ഗൗരവത്തിലാണ് ബാലേന്ദ്രൻ നിൽക്കുന്നത്. അലീനയ്ക്ക് വേറെ നിവൃത്തിയില്ല, കാരണം അലീന അവിടെ ഉണ്ടെങ്കിൽ വൈജയന്തി സമാധാനത്തോടെ ആ വീട് പോകാൻ സമ്മതിക്കത്തില്ല.
പിന്നെ കാണിക്കുന്നത് രാവിലെ റെഡിയായ ബാലേന്ദ്രൻ ജ്വല്ലറിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അന്നേരമാണ് പെട്ടെന്ന് നമ്മുടെ ശിവേട്ടൻ കയറി വരുന്നത്. എന്താ ശിവേട്ട ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുമ്പം, നീ കടയിലേക്ക് പോകുന്നതിന് മുമ്പ് വരാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് വരുമായിരുന്നു, ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയും. അത്ര സീരിയസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നു. എങ്കിൽ നമുക്ക് അകത്തോട്ടിരിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ അകത്തോട്ട് കയറി വരുന്നതിനിടയ്ക്ക് വൈജയന്തി അവൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പെങ്ങളുടെ കാര്യം സംസാരിക്കാനാണെങ്കിൽ നമ്മൾ രണ്ടുപേരും സമയം വെറുതെ കളയണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന്. അന്നേരം അതൊന്നുമല്ല, ഞാൻ നിന്നോട് വെറുതെ വൈജിയുടെ കാര്യം ചോദിച്ചെന്നേ ഉള്ളൂ, ഞാൻ ആ കാര്യം സംസാരിക്കാനല്ല വന്നത് എന്ന് പറയും. എന്നാൽ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരോട് അകത്ത് കയറി ഇരിക്കുവാണ്. അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോഴും ശിവനോട് ചോദിക്കുന്നുണ്ട്, കുടിക്കാൻ ജ്യൂസോ ചായയോ എന്തെങ്കിലും എടുക്കട്ടെ എന്ന്. അന്നേരം വേണ്ടാന്ന് പറയുമ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, എങ്കിൽ ശിവേട്ടൻ പറഞ്ഞോ എന്ന് പറയുവാണ്. അന്നേരം ശിവൻ പറയുവാണ്, രോഹിത്തിന് ജാമ്യം കിട്ടി, അതിന് കാരണം അലീനയും പിന്നെ ദേവാദീനും ഒക്കെയാണ്. അലീന മുൻകെടുത്തുകൊണ്ടാണ് പ്രത്യേകിച്ച് രോഹിത്തിന് ജാമ്യം കിട്ടിയത്. അതുപോലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 പേർക്കും ജാമ്യം കിട്ടി. ഇവരെല്ലാവരോടും ഒരുമിച്ച് ചെയ്ത ഒരു പ്രവൃത്തിയുടെ പേരിൽ ഇപ്പം ഹരി മാത്രമാണ് അകത്ത് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അതങ്ങ് ഇഷ്ടപ്പെടുകയില്ല. ബാലേന്ദ്രൻ ചോദിക്കും, എന്താ ശിവേട്ടൻ പറഞ്ഞു വരുന്നത്? അവരെല്ലാവരും കൂടി ഒരു തെറ്റ് ചെയ്തിട്ട് ഹരിയെ മാത്രം ശിക്ഷിച്ചു, ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, രോഹിത് രക്ഷപ്പെട്ടു, ബാക്കി 2 പേർക്കും ജാമ്യം കിട്ടി, ഹരിക്ക് മാത്രം ജാമ്യം കിട്ടിയില്ല. അതിന് കാരണം അവൻ്റെ പേരിൽ പോക്സോ കേസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഒഴിവാക്കി കിട്ടണം, അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, അതിന് എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, ബാലൻ ചെയ്യേണ്ട, അലീനയ്ക്ക് സാധിക്കും. അലീന ആ പെൺകുട്ടിയോടൊന്ന് സംസാരിക്കുവാണെങ്കിൽ ആ പോക്സോ കേസ് മാത്രം ഒന്ന് ഒഴിവാക്കി കിട്ടുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. അവൻ ചെയ്ത തെറ്റിനെ അവൻ ശിക്ഷിച്ചോട്ടെ, അവൻ ചെയ്യാത്ത തെറ്റിനെ എന്തിനാ ബാല അവനെ ശിക്ഷിക്കുന്നത്? അതിനെന്തെങ്കിലും ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ വീട്ടിലിരിക്കുന്നത്? അവനെ ഞാൻ ഉപേക്ഷിച്ചതുപോലെ ആകില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ അലീനയുടെ സഹായം കിട്ടും എന്നോർത്ത് ശിവേട്ടൻ അവളോട് സംസാരിക്കാൻ പോകണ്ട. ഞാൻ രോഹിത്തിൻ്റെ കാര്യത്തിൽ അവളോട് സംസാരിച്ചപ്പോഴും അവൾ എന്നോട് പറഞ്ഞ ഉത്തരം വേറൊന്നായിരുന്നു. അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. നമ്മൾ ആരൊക്കെ ചെന്ന് റിക്വസ്റ്റ് ചെയ്താലും അവൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ അവൾ ഇടപെടുകയില്ല. അതുകൊണ്ട് ശിവേട്ടൻ പോയി സംസാരിച്ചിട്ടും കാര്യമില്ല എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ. പക്ഷേ ശിവന് അലീനയോട് സംസാരിക്കണം. അന്നേരം ബാലേന്ദ്രൻ പറയും, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന വലിയ കാര്യമൊന്നുമില്ല, ഞാൻ പോവാണ്. ശിവേട്ടൻ തന്നെ അലീനയോട് പോയി സംസാരിച്ചോ എന്ന് പറയും. അന്നേരം ശിവൻ പിന്നെയും, ബാലേന്ദ്രൻ പോകണ്ട, ബാലേന്ദ്രനോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പം, നിങ്ങൾ രണ്ടുപേരോട് ഈ വിഷയമാണ് സംസാരിക്കാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ഒരു കോണിൽ ഞാൻ നിന്നാൽ പോലും അവൾ എന്നെ വെറുതെ വിടിയല്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നില്ല ശിവേട്ട. ഞാൻ പറഞ്ഞല്ലോ, അവൾ തരുന്ന ഉത്തരം ഞാൻ പറഞ്ഞതിനപ്പുറമൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ശിവേട്ടൻ്റെ മനസ്സമാധാനത്തിന് ശിവേട്ടൻ ഒന്ന് സംസാരിച്ചു, ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പം ശിവൻ പുറകെ ചെല്ലും. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ വൈജി എന്നെ വിളിച്ചായിരുന്നു, അവളെ ഇവിടെ കൊണ്ടുവിട്ടതിൻ്റെ പേരിൽ അവൾ എന്നോട് വഴക്കുണ്ടാക്കി, അവളെ ചതിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പം ചിരിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവളെ ഇവിടെ കൊണ്ടുപോയിടാൻ ഞാൻ പറഞ്ഞായിരുന്നോ? പിന്നെ അവൾ പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആവശ്യപ്പെടാതെ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്ത്, അപ്പോൾ പിന്നെ അവൾ പിന്നെ എന്നെ കൂടുതൽ പറയാനിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അവളിവിടെ നിൽക്കുകയല്ല, വാടക വീട്ടിലേക്ക് മാറും എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്ക് ഇവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അവൾ ഇന്നലെ അലീനെ പോയി കണ്ടത്, എന്നിട്ട് ഭീഷണിപ്പെടുത്തിയേക്കുന്നു ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ്. ആയിക്കോട്ടെ എന്ന് അവൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അലീന ഈ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ എല്ലാ സത്യങ്ങളും നിങ്ങളുടെ പെങ്ങളോട് വിളിച്ചു പറയും. അന്നേരം ഇതിനു മുമ്പുണ്ടായ എല്ലാ ചതികളും അവൾ അറിയും. അതുകൊണ്ട് ഒരു കാര്യം കൂടി പെങ്ങളെ കാണുമ്പോൾ പറഞ്ഞേരെ, മര്യാദയ്ക്കിരിക്കുന്നതാണ് നല്ലത്. വേറെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇവിടെ ഒന്നും നിൽക്കുകയില്ല, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉപദേശിക്കുന്നത് നല്ലതാണ് എന്ന് പറയും. ആകെ ശിവൻ പെട്ടിരിക്കുക. ഹരിയുടെ കാര്യം സംസാരിക്കാൻ വന്നതാണ്. അലീന ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വൈജയന്തിയോട് തുറന്നു പറയുന്നു, പിന്നെ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകില്ല എന്നുള്ള കാര്യവും ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അതുകൊണ്ട് പെങ്ങളെ ഒന്ന് ഉപദേശിച്ചിട്ട് പോയാൽ മതിയെന്നുമാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ആകെ വിഷമത്തിൽ നിൽക്കുവാണ് ശിവന്. ഏതായാലും ഇത് കഴിഞ്ഞ് ശിവൻ അലീനയുടെ റൂമിലേക്ക് വരുവാണ്. അലീന ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങോട്ട് കയറി വന്ന് വാതിലെ തട്ടുന്നു. അന്നേരം കയറി വരാൻ പറയുവാണ്. ശിവനെ കണ്ടുകഴിയുമ്പോഴേക്കും ആകെ ഒരു ഞെട്ടൽ അലീനയ്ക്ക്. അങ്കിളോ? സാധാരണ ഇവിടെയുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇടിച്ചു കയറി വരും, അതുകൊണ്ട് ഞാൻ ആരാ എന്നൊന്ന് പെട്ടെന്ന് ചിന്തിച്ചായിരുന്നു എന്നും പറയുന്നു. അന്നേരം ശിവൻ പറയുന്നുണ്ട്, എനിക്ക് അലീനയോട് കോൺഫിഡൻഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. അന്നേരം എന്നോടോ എന്താ എന്ന് ചോദിക്കുമ്പം എനിക്ക് അലീനയുടെ ഒരു സഹായം വേണമെന്ന് പറയും. അന്നേരം സഹായമോ എൻ്റെയോ എന്നിങ്ങനെ ചോദിക്കുവാണ് അലീന. അന്നേരമാണ് ശിവൻ പറയുന്നത്, എനിക്ക് ഹരിയുടെ കാര്യമാണ് സംസാരിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ, ഹരിക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും അലീന.
അന്നേരം ശിവൻ പറയുന്നുണ്ട് ഹരിയുടെ കൂടെയുള്ള എല്ലാവർക്കും ജാമ്യം കിട്ടി, അവൻ മാത്രമാണ് അകത്ത് കിടക്കുന്നത്. അതിനുള്ള കാരണം പോക്സോ കേസാണ്. ആ പോക്സോ കേസ് അവൻ ചെയ്തിട്ടില്ല എന്ന് അവൻ എന്നോട് തുറന്നു പറഞ്ഞത്. ഞാൻ ജയിലിൽ പോയി അവനെ കണ്ടായിരുന്നു. അവൻ ഇതിനു മുമ്പ് ആ പെൺകുട്ടി ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു പോക്സോ കേസ് ഒഴിവാക്കി കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അലിൻ്റെ മുഖം ഒന്ന് മുറുകുവേ. അലിനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇത് കേൾക്കുമ്പം. ഇതേ കാര്യം ശിവൻ ബാലേന്ദ്രനോടും പറഞ്ഞായിരുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയും, അവൻ എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ? അവൻ ജയിലിൽ കിടന്ന് മടുത്തു, അതുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോണ പറയുന്നത് ശിവേട്ട, അല്ലാതെ അവന് വിശ്വസിക്കേണ്ട എന്ന് ബാലേന്ദ്രൻ അന്നേരെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അലീന നല്ല മറുപടി അല്ല കൊടുക്കുന്നത് എന്ന് തോന്നുന്നു. ആകെ വിഷമത്തിലാണ് ശിവൻ. ഇതൊക്കെയാണ് ഇന്നത്തെ കഥയെ കാണിച്ചത്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട്. പ്രമോയിൽ അലീനയും കൃഷ്ണയും ബബുദയും കൂടെ നിൽക്കുന്നു. അലീന ബബുദിക്ക് മാത്രം വായിൽ ഫുഡ് വെച്ച് കൊടുത്തതിൻ്റെയാണെന്ന് തോന്നുന്നു. കൃഷ്ണമോള് പരിഭവം പറയുന്നുണ്ട്, ഈയിടെയായിട്ട് പക്ഷാഭേദം കൂടുതലാണ് എന്ന്, വന്ന വഴി മറക്കരുത് എന്നൊക്കെ പറയുന്നു കൃഷ്ണമോള്. അന്നേരം ചിരിച്ചുകൊണ്ട് കൃഷ്ണമോളുടെ വായിലും ഫുഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അലീന. അവരെ അറിയില്ലല്ലോ അലീന പോകാൻ തയ്യാറെടുക്കുവാണ് എന്ന്. പിന്നീട് ശിവനും വൈജിയും കൂടി സംസാരിക്കുന്നതും കാണിക്കുന്നുണ്ട്. വൈജിയോട് പറയുന്നുണ്ട്, ഇപ്പം മനസ്സമാധാനം ഉണ്ടല്ലോ ഈ കുടുംബത്തിൽ, ഇതിങ്ങനെ അങ്ങ് പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആ മനസ്സമാധാനം എനിക്ക് വേണ്ട. അവൾ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശരിയാകും, അതേ നടക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ഒരു കാര്യം കൂടി ശിവൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് മുഖമൊക്കെ മാറി ആകെ ഒരു സങ്കടവും പേടിയും ഒക്കെ വന്ന് നിൽക്കുന്ന വൈജീന്റെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അലീന ഇവിടുന്ന് പോകാതിരിക്കാനുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞതാണോ എന്നറിയില്ല. അതുപോലെ ഇതെല്ലാം കഴിഞ്ഞ് അലീനയും കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല എന്ന് മനസ്സിലാകുന്ന ശിവൻ ശരണ്യയുടെ അച്ഛനെ നേരിട്ട് വിളിക്കുന്നുണ്ട്. അന്നേരം ഭയങ്കര ദേഷ്യത്തിൽ ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, അവൻ്റെ പേരിൽ കൊടുത്തേക്കുന്ന ഒരു കേസും ഞങ്ങൾ പിൻവലിക്കുകയില്ല, അവൻ്റെ പേരിൽ എന്തൊക്കെ ചാർത്തി കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യുമെന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുന്നതുമാണ് കാണിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.